നാളികേരം പൊളിക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എളുപ്പമാണ്. പലരും ചിന്തിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. പെട്ടെന്ന് കഴിയും. ആ 3 നാളികേരം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് അഭിമാനിക്കാം. ഇനി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ കുറച്ച് പരിപാടികൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. കുറച്ച് ചെടി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കണം. പിന്നെ അതേപോലെ തന്നെ ബാങ്കിൽ പോകണം. ബാങ്കിൽ പോയിട്ട് ഇന്നലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല. എനിക്കുള്ള അക്കൗണ്ട് കുറച്ച് അകലെയാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഇന്നലെ സ്റ്റാഫുകളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതിന് പോകണം. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതിനു മുൻപ് വേറൊരു സംഭവമുണ്ട്. അതായത് ഞാൻ കാലങ്ങളായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്, ഞാൻ കാണിച്ചു തരാം. ഈ സംഭവം ഇത് ഈ റൂമിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് ഈ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് കുറേ നാളുകളായി. ഇതാണ് സാധനം, ഗാലക്സി വാച്ച് 4. ഞാനിത് അൺബോക്സ് ചെയ്തിട്ടില്ല. ഇതിൽ ഇരുന്ന് നാശമായിട്ടുണ്ടാവും ചിലപ്പോൾ. നോക്കാം നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇതുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഉണ്ടോ, ഇതിൻ്റെ സീല് വരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? എത്ര നാളായി എന്നറിയോ? കുറേ നാളുകളായി. പൊട്ടിക്കുമ്പോൾ വാച്ച് തന്നെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവുമോ? ഇത് പൊളിക്കുന്ന സമയത്ത് എന്തായാലും നശിച്ചു പോകാൻ സാധ്യതയില്ല. ഇനി നശിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിധി എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിപ്പിക്കാം. എന്തായാലും എൻ്റെ ആദ്യത്തെ സ്മാർട്ട് വാച്ച് ആയിരുന്നു. വർക്കിംഗ് കണ്ടീഷൻ ആയാൽ മതിയായിരുന്നു. ദൈവത്തിന് അറിയാം. എന്തായാലും നോക്കി നോക്കാം. അങ്ങനെ ഇന്നത്തെ കുളിയും കഴിഞ്ഞു. ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത്. ആദ്യം ഭക്ഷണം, പിന്നെ ബാങ്ക്, പിന്നെ ചെടി വാങ്ങിക്കാൻ പോകണം. അങ്ങനെ തന്നെ. അപ്പോൾ പോയിട്ടാണ്. ഇന്ന് നമുക്ക് കഴിക്കാനുള്ള ദോശയാണ് കേട്ടോ. ഗോതമ്പ് ദോശയാണ്. ദോശയും പിന്നെ സാമ്പാറും. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, എന്നാലും കഴിക്കണം. ഇത് ഞാൻ പല വീഡിയോകളിലായിട്ട് കാണിക്കാറുള്ളതാണ്. അമ്മയുടെ ഒരു കൊച്ചു ഗാർഡൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ എന്താ പറയുക, ചെടികളൊക്കെ ഇങ്ങനെ വെട്ടി കളഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ. പിന്നെ കുറച്ചൊക്കെ ചെടികൾ ചെടിച്ചട്ടിയിൽ വെച്ച് കേടായിപ്പോയി. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇനി കുറച്ച് ചെടിയും കൂടി വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ബാങ്കിലാണ് പോകുന്നത്. ബാങ്കിൽ കുറച്ച് പൈസ ഇട്ടതിന് ശേഷം വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ ബാങ്കിലും പോയി പെട്രോളും അടിച്ച് വന്നു. ഇനിയിപ്പോൾ അടുത്ത യാത്രയാണ്, അടുത്ത പ്രയാണത്തിലേക്ക് പോവുകയാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ പോകുന്നത് ദാറ്റം കണ്ടോ, അത് ശോഭ സിറ്റിയാണ്. ശോഭ സിറ്റിയുടെ ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ നമുക്ക് പോയിട്ട് വേണം നമ്മുടെ ചെടികൾ വാങ്ങിക്കാനായിട്ട്. ചെണ്ടുമല്ലിയുടെ ചെടികളൊക്കെയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല കട്ട വെയിലാണ്. ഇവിടെയൊക്കെ നല്ലപോലെ വെള്ളം കയറാറുള്ളതാണ്. പക്ഷേ ഈ മഴക്കാലത്തൊന്നും, ഈ പെയ്ത മഴയിലൊന്നും വെള്ളം കയറിയിട്ടില്ല ഇവിടെ. അപ്പോൾ നമുക്ക് പോവാം. ഈ വഴി വേണം പോകാനായിട്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ കടയായി. റൈറ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് പോകണം. ഈ പോകുന്ന വഴിയിൽ ഒറ്റക്കൈ കൊണ്ട് ഞാൻ മൊബൈൽ പിടിച്ചു അധികം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലുള്ള കണ്ടത്തിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള വെള്ളത്തിലോ കിടക്കും. ഇപ്പോൾ വിജനമായി കിടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ആ ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് അടാട്ട് ഭാഗമൊക്കെയാണ്. പിന്നെ ശോഭാസിറ്റിയുടെ പുറകിലേക്ക് നമ്മൾ എത്താറായി. പിന്നെ ഇവിടെ അങ്ങനെ കുറേ ബിൽഡിങ്ങുകളും കൺസ്ട്രക്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സൂര്യവിഹാരങ്ങളാണ്. അവിടെ കപ്പിൾസൊക്കെ വന്നിരിക്കാറുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഈ ഡേ ടൈമിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കാറൊക്കെ ഉണ്ട്. ആ മണ്ടയിലേക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോലീസും വന്ന് പോകാറൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു നേരത്ത് ഇപ്പോൾ അധികം വണ്ടിയൊന്നും പോവില്ല. പോകുന്ന 2 വീലേഴ്സ് മാത്രമാണ് പോകാറുള്ളത്. ഇനി ഇത് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ നാൾ പോകുന്നിടത്തോളം പോകാം. ആ കടയിലെത്തി. ഇത് ചോക്ലേറ്റ് കളറാ. പിന്നെ മഞ്ഞയാണോ ഉള്ളത്? വെള്ളയുണ്ടോ? അതേതാ കളറ്? ആ കളറ് മഞ്ഞ. അപ്പം അത് എങ്ങനെയാ, ട്രേ ആണോ? ഓക്കെ. ഇതൊന്നൊരു 5 എണ്ണം. പിന്നെ ചെണ്ടുമല്ലി മഞ്ഞയാണല്ലോ പറഞ്ഞേ, അതും ഒരു 5 എണ്ണം. പിന്നെ അതൊന്നും ഒരു 5 എണ്ണം എടുത്തോളൂ. പിന്നെ വേറെ എന്തല്ലേ? പച്ചക്കറി ഉള്ളൂല്ലേ? ഇത് നമ്മുടെ ഷെവർലയുടെ സർവീസ് സെൻ്റർ ആയിരുന്നു കേട്ടോ. ഈ സർവീസ് സെൻ്റർ ഒന്നുമില്ല, അതൊക്കെ പൂട്ടി പോയി. ഇതിപ്പോൾ അനാഥമായി കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വെള്ളത്തിൻ്റെ ലെവലൊക്കെ കുറവാണ്. ഇപ്പോൾ നിലവിൽ കുറവാണ്.
എൻ്റെ പൊന്നെ, അവിടെ ആരോ തീയിട്ടുണ്ട് കേട്ടോ. ഇതാരോ ഇങ്ങനെ തീയിട്ട് പോയേക്കെന്നാണ്. മൊത്തം പ്ലാസ്റ്റിക്കാണ് കിടന്നു നിർത്തുന്നത്. ആകെ പുക മയമാണ് അവിടെ. അതാണ് നമ്മുടെ ബ്രിഡ്ജ്, പുഴയ്ക്കൽ ബ്രിഡ്ജാണത്. ഈ പറയുന്ന വെള്ളത്തിൻ്റെ ലെവലൊക്കെ ഇപ്പോൾ കുറവാണ്, പക്ഷെ നല്ല ചെളി ഉണ്ടായിരിക്കും താഴേക്ക്. കാലൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല പോലെ അങ്ങനെ ആഴ്ന്നിറങ്ങി പോകും. അങ്ങനെ വരുന്നവരെ വേറൊരു കാഴ്ച കണ്ടു. ഇമാതിരി പോസിലൊരു സാധനം എന്തിനോ ഉന്നം വെച്ച് നിൽക്കുവാണ്. ദേശാടന കിളികളാണ്. നല്ല മുടിഞ്ഞ വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡുണ്ടല്ലോ, ഇപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതപ്പോൾ പതുക്കെ ഇങ്ങനെ മണ്ണിട്ട് നികത്തി ഒരു റോഡ് സെറ്റപ്പിലേക്ക് വരാനുള്ള പ്ലാൻ ഉണ്ട്. അത് പക്ഷേ കുറച്ച് വർഷങ്ങൾ കൂടി എടുക്കുമായിരിക്കും. ഇപ്പോൾ ഈ റോഡ് പോകുന്നത് പുഴയ്ക്കൽ നിന്ന് നേരെ ഏനാമാവ് ആ ഒരു ഭാഗത്തേക്ക്, മണലൂർ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പുഴയ്ക്കൽ ഭാഗത്തെ ബ്ലോക്കൊക്കെ ഒരുവിധം കുറയും. പക്ഷെ ഇവിടെ വണ്ടികൾ റോഡ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു വൈബ് പോവും, അത് ഷുവറാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികളുടെ ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും. ഇപ്പോൾ തന്നെ ടൂ വീലേഴ്സൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ലാത്ത റോഡാണ്. ഒരു ആൾക്കാർക്കൊക്കെ നല്ല ഒരു രസത്തിൽ പോകാൻ പറ്റുന്ന റോഡാണ്. പക്ഷെ മഴ പെയ്താൽ 2 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഈ വലിയ ലോഡുള്ള വണ്ടികൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് കുഴിഞ്ഞു പോകും. ടൂ വീലേഴ്സൊക്കെ പോകുന്ന സമയത്ത് സ്കിഡ് ആവാനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ്. അപ്പോൾ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ 2 മഴ പെയ്താൽ മതി. മഴക്കാലം എന്ന് പറയുന്നില്ല, 2 മഴ പെയ്താൽ ചെളിയായിരിക്കും. അപ്പോൾ പോകാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് പോകുമ്പോൾ എൻ്റെ ടൂ വീലർ ആണെന്നുണ്ടെങ്കിൽ നല്ല മൊട്ട ടയറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നല്ല രസമാണ്. വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരുന്ന് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴാണ് പ്രത്യേകത. വൈകുന്നേരം ആകുമ്പോൾ കുറേ ആൾക്കാർ ഇത് കൂടെ നടക്കാനൊക്കെ ഇറങ്ങും. നല്ല രസമാണ്, നല്ല കാറ്റും ഇതൊക്കെ കൊണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ മഴ പെയ്താലാണ് നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം. ഈ വെയിൽ കൊണ്ട് നിൽക്കാനുള്ള ഒരു ഇതൊന്നുമില്ല, ത്രാണിയില്ല. പക്ഷെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ജസ്റ്റ് കാണിക്കണം തോന്നി. അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ഈ ഒരു ഇതാക്കാണ്. നമുക്ക് വേറൊരു ദിവസം ഇതുപോലെ വൈകുന്നേരം നല്ല വൈബ് നോക്കിയിട്ട് വരാം. അതാവും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്താം. അപ്പോൾ ഓട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോകുന്ന വഴിക്ക് കുറച്ച് കപ്പിൾസിനൊക്കെ കണ്ടു. കപ്പിൾസിനാണിപ്പോൾ അവന്മാരേതാണ്ട് ഞാനേതാണ്ട് പോലീസ് മഫ്തിയിൽ വരുന്ന പോലെയാണ് അവർ പേടിച്ചിട്ട് മരത്തിൻ്റെ ചള്ളയിലേക്കൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നു ആക്ച്വലി. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഗട്ടറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ജസ്റ്റ് സ്ലോ ആക്കിയപ്പോൾ അവർ പെട്ടെന്ന് പേടിച്ചു. പിള്ളേരെന്ന് പറഞ്ഞാൽ കോളേജ് പിള്ളേരാണ്, കട്ട് ചെയ്ത് വന്ന് നിൽക്കുന്നൊക്കെ ആയിരിക്കാം. പിന്നെ വരുന്ന വഴിക്ക് ഏറ്റവും മനസ്സിനെ വിഷമിപ്പിച്ചൊരു സംഭവം എന്ന് പറയുന്നത്, നമ്മളെക്കാൾ വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ അവിടെ മരം ചുറ്റി പ്രണയമാണ്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോയി. എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് വിഷമം കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ല, ഉള്ളിലാണ് വിഷമം. എന്തായാലും വീട്ടിലേക്ക് പോട്ടെ. അങ്ങനെ നമ്മൾ ഇന്നലെ പോയി നടക്കാത്ത കാര്യം ബാങ്കിൽ പോയിട്ട് നടന്നു. പിന്നെ ഞാൻ കുറച്ച് സംഭാരം വാങ്ങിച്ചിട്ടുണ്ട്. സംഭാരം ഭയങ്കര ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ വരുന്ന വഴിക്ക് നല്ല വെയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ വീടെത്തിയപ്പോൾ ചെറുതായിട്ടൊരു മഴക്കാരൻ്റെ ആ ഒരു ഇതുണ്ട്. പക്ഷെ നല്ല എന്താ പറയുക, ചൂട് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക്. പുഴുക്കാണ് കൂടുതൽ, വെയിലിനേക്കാൾ കൂടുതലായത് പുഴുക്കാണ്. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വാച്ചിൻ്റെ സംഭവം, അത് അൺബോക്സ് ചെയ്യാൻ പറ്റാമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് എനിക്ക് സമയമില്ല. 12:30 ഇപ്പം തന്നെ. കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ട് ഊണ് കഴിച്ച് ഏകദേശം ഒരു 2:30 ആകുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. 3 മണിക്ക് ട്യൂഷൻ തുടങ്ങും. കാരണം ചെറിയ പിള്ളേരുകൾ 3 മണിക്ക് വരും. അവർക്ക് എടുക്കാനുള്ള ആൾക്കാർ വരുമ്പോഴേക്കും വലിയ ആൾക്കാർ വരും. സോ അപ്പോൾ നമുക്ക് നേരം അധികം ഉണ്ടാവില്ല. പിന്നെ രാത്രി 10:30 ആവും വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ. അപ്പോൾ അൺബോക്സിങ് എനിക്കിത് നാളത്തേക്ക് ആക്കേണ്ടി വരും. അത് ഈ ഒരു സംഭവം വന്നുകൊണ്ട് കൂടിയിട്ടാണ് നമുക്ക് അൺബോക്സിങ് നാളെ ആക്കാം, അത് നല്ലത്. പിന്നെ നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഭയങ്കര ഷോക്കാണ്. ഒന്നാമത് വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടംപോലെ മെസ്സേജുകളും കാര്യങ്ങളും വരും. പിള്ളേർക്ക് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അയക്കും. ഇതൊക്കെ ഇപ്പോൾ ഈ ഫോണിലാണ്. മുന്നാണെന്നുണ്ടെങ്കിൽ മറ്റേ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കാണ് എന്താ പറയുക, ട്യൂഷൻ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അതിലുള്ള വാട്സപ്പിലേക്ക് ഞാൻ ഇട്ടിട്ട്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അതിലാണ് എല്ലാം ഉണ്ടാവാറ്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. ഇതിലിപ്പോൾ അധികം സ്റ്റോറേജ് വേണ്ടി വന്നിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഷോക്കാണ്. അപ്പം നമുക്ക് വേറൊരു മൊബൈൽ എന്തായാലും അനിവാര്യമാണ്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പലതവണകളായി ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ സ്റ്റോറേജ് കമ്മിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വന്ന് പറയും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇടയ്ക്ക് വെച്ച് ഓട്ടോമാറ്റിക്കലി വീഡിയോ സ്റ്റോപ്പായി പോകും. അങ്ങനെ പോകും. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വേറൊരു ക്യാമറയുണ്ട്, ബ്ലോഗിങ് ക്യാമറയുണ്ട്. പക്ഷേ ആ ബ്ലോഗിങ് ക്യാമറ എടുത്ത് നമ്മൾ നാട്ടിൽ കൂടെ ഇങ്ങനെ തെരാപ്പാര നടക്കുമ്പോൾ ഇതിങ്ങനെ മൊബൈൽ തന്നെ പിടിച്ച് നടക്കുമ്പോഴാണ് ഭയങ്കര ഓക്വേർഡ് ഫീലിംഗ് ആണ്.
അപ്പോൾ ഈ ക്യാമറ വെച്ച് നടക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ചമ്മൽ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കാം. എന്നാലും കുറച്ചൊക്കെ നമ്മളിങ്ങനെ നാണക്കേടില്ലാണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. അല്ലേ മൊബൈൽ എന്തായാലും വേറെ വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നോക്കാം, എന്തെങ്കിലും ഓഫർ വരികയാണെന്നുണ്ടെങ്കിൽ നോക്കാം. പിന്നെ സാംസങ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ആൻഡ്രോയിഡ് ഉപയോഗിച്ചിട്ട് ഒരു ഗ്യാപ്പ് എടുക്കണം എന്ന് തോന്നി. ഗ്യാപ്പല്ല, ഇത് ഉപയോഗിക്കും. അതേസമയം എനിക്കൊരു ഐഫോൺ എടുത്താൽ കൊള്ളാം എന്നുണ്ട്. അതൊരു ആർഭാടമാവോ എന്ന് എനിക്കറിയില്ല. ആർഭാടമാവും മിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല 10,000 രൂപയുടെ സാധാരണ വല്ല ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ട് ബാക്കിയുള്ള ട്യൂഷൻ കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഇത് വീഡിയോ എടുക്കാൻ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണ്. 256 പോരാ കേട്ടോ. 256 GB എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാം. നമുക്ക് എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തോ ഇത് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് നല്ല സംഭാരം ഞാൻ വീണ്ടും ഉണ്ടാക്കി അങ്ങനെ അത് കഴിച്ചിട്ടാണ്. നമുക്കുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ 2-3 ദിവസമായി വിചാരിക്കുന്നു, പക്ഷെ അതിങ്ങനെ വിട്ട് പോവാണ്. ഇന്ന് രാത്രി വന്നിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ അതും വിട്ട് പോകാൻ പാടില്ല. നമുക്ക് റെയിൽവേയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്യണം. പിന്നെ അത് കൂടാതെ വേറെ കുറച്ച് ടെക്നിക്കൽ എക്സാംസ് വരുന്നുണ്ട് PSCയുടെ. അതിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോസ്റ്റുകളാണ്, വാക്കൻസി കുറവാണ്. എന്നാലും ആഞ്ഞ് ശ്രമിക്കണം. ആഞ്ഞ് ശ്രമിച്ചാൽ കിട്ടാത്തൊന്നുമില്ലല്ലോ ഏത്. അപ്പോൾ നമുക്ക് ഒന്ന് ശ്രമിക്കണം. അപ്പം ഞാനൊന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുത്തിട്ട് വേണം ട്യൂഷന് പോകാനായിട്ട്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് വേണം. ഇവർക്ക് 2 പേർക്കും മാർക്ക് കിട്ടി. മാർക്ക് കിട്ടിയപ്പോൾ അത് 2 പേരുടെ മുഖഭാവം നോക്ക്. ഇന്നലെ വരെ ചിരിച്ച ആൾക്കാർ നോക്ക്. എന്താ മാർക്ക് കുറഞ്ഞത്? തന്നോ മാർക്ക് എന്താ കുറഞ്ഞു പോയേ? എന്താ എഴുതിയപ്പോ മാർക്ക് കുറഞ്ഞോ? അത് ചോദിച്ചേ എന്തുകൊണ്ടാ? പഠിച്ചിരുന്നോ? നമ്മളിവിടെ പഠിച്ചു പോയതല്ലേ എല്ലാം. എന്താ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ? എന്നിട്ട് എന്താ മാർക്ക് കുറഞ്ഞേ? എന്താ എക്സാമിന് കയറിയപ്പോ പേടിച്ചു പോയോ? ഇന്ന് ഇതാണോ പഠിക്കണ്ടേ? ഇതാണോ പഠിക്കണ്ടേ? ഓഡോറിയോണാണോ പഠിക്കുന്നത്? ആണോ ആണോ ഇന്നതാണോ എടുത്തേ? ഓക്കെ. എന്തിനാണ് നീ വെറുതെ ചിരിക്കുന്നത്? എന്തുവാടാ വെറുതെ ചിരിക്കുന്നത്? ഇനി നിങ്ങൾ ഇങ്ങനെ മാർക്ക് കുറയരുത് കേട്ടോ. നമുക്ക് നല്ല പോലെ പഠിച്ച് മാർക്ക് വാങ്ങിക്കണ്ടേ? വേണ്ടേ? ആ മേടിക്കണം. അതിനാരാ പഠിക്കണ്ടേ? ഞാൻ പഠിക്കണം. ഞങ്ങള് പഠിക്കണം. അതാണ്. ധനു പഠിക്കോ? പാറ പഠിക്കോ? അത് നമുക്ക് പഠിച്ചിട്ടാണ് അല്ലേ? ഓക്കെ, ബൈ പറ. ബൈ. കാണിക്കടാ നിന്റെ തലമണ്ട നോക്കട്ടെ. ഞാൻ ആദ്യം നിന്റെ തലമണ്ട എന്തിനാ നീ കാണിച്ചു വെച്ചിട്ടുള്ളേ? നീയും നിന്റെ കൂട്ടുകാരനെ വീട് കുളിപ്പിച്ച് വെച്ചേക്കല്ലേ നിന്നെ? എന്തിട്ട അവസ്ഥ? അത് എന്തത് യൂണിഫോം ഒക്കെ നോക്ക്. അത് 10ാം ക്ലാസ്സിലല്ലേ പഠിക്കണ നീ? 10ാം ക്ലാസ്സിലല്ലേ നീ പഠിക്കണ? എന്നിട്ട് നീ മാതിരി കുട്ടികളിലേക്ക് നടക്ക തല കൂടെ വെള്ളം ഒഴിച്ചിട്ട്. വാട്ട്മാൻ നന്നായി കൂടെ നിനക്ക്. ഫുട്ബോൾ കളിച്ചപ്പോ പാസ് ഇട്ടില്ല. അതിന് നിന്റെ തല കൂടെ ബക്കറ്റ് കമത്തി. എന്നിട്ട് നീ അത് വെച്ചിട്ട് തല ഓർത്താണ്ട് ഇങ്ങോട്ട് വന്നു നടന്നിട്ട്. എന്താ അമ്മാരി മറ്റേ കുട്ടികളി കാണാത്ത പിള്ളേരാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ തല്ലു പിടിക്കേണ്ടി വരുമെന്ന്. ഇത് നമ്മുടെ പുതിയ സ്റ്റുഡന്റ് ആണ്, അഞ്ജന PR. എന്താ ജോയ്സ് നോക്കിയ ജോയ്സ് അങ്ങനെ കണ്ണൊക്കെ ഉരുട്ടി നോക്കുക. എടുക്ക് മാക്സ് എടുക്ക്. എന്താ എനക്ക് എത്ര ചിരി? പഠിക്ക്. നീ എന്തിനാ എന്നെ മസാജ് ചെയ്യണത്? നീ മസാജ് ഒന്നും ചെയ്യണ്ട. നീ അവിടെ പോയിരിക്കും. ബുക്ക് എടുത്തോ, മാക്സ് എടുത്തോ. കൊടുമഴ, ഒരിടവേളയ്ക്ക് ശേഷം കൊടുമഴ പെയ്യുകയാണ് സുഹൃത്തുക്കളായി. ട്യൂഷൻ ക്ലാസ്സിലുള്ള വ്യൂ ആണ്.
അങ്ങനെ നമ്മൾ ഇവിടേക്ക് ലാസ്റ്റ് ട്യൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നില്ല, പെയ്യാൻ സാധ്യതയുണ്ട്. ഗൈസ്, ഒടുക്കത്തെ മഴ. അയ്യോ, ഞാൻ ചോദിക്കട്ടെ, കേക്കാലെന്നാ? ചോദിക്കട്ടെ നിന്റെ ചോദിക്കട്ടെ, എന്തെങ്കിലൊക്കെ തോന്നി ഉത്തരം വിളിച്ചു പറയാലോ. ഒന്ന് വെരി ഗുഡ്. കറണ്ട് വന്നു. മഴയാണ് കൊടുക്കുന്ന മഴ. ആവശ്യമുണ്ടോ നിനക്ക്? എന്നാലേ നാളത്തേക്ക് ബാക്കിയുള്ളത് ഞാൻ ഇമ്പോസിഷൻ എനിക്ക് അയച്ചു തരണം കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ. നമുക്ക് ട്യൂഷൻ അവസാനിപ്പിച്ചു. നല്ല ഇടിവെട്ട് മഴയുണ്ട്. എനിക്ക് പോകുമ്പോൾ ഞാൻ പെടുന്നുണ്ട് പാടത്ത്. അപ്പോൾ അങ്ങനെ കൊടും മഴയത്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഗോതമ്പ് ദോശ സാമ്പാർ. ഓക്കെ ബൈ.